Assalamu alaikum. Respected Chair, Professor A.K. Ramakrishnan sir, respected dignitaries on the dais, off the dais, എല്ലാവർക്കും ആദ്യമായിട്ട് സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ നേരാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ചരിത്രപ്രധാനമായ ഒരു കോൺഫറൻസ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് നടത്തുന്നതിന് ആദ്യമായിട്ട് സോളിഡാരിറ്റി സംസ്ഥാന നേതൃത്വത്തെയും അതുപോലെ അതിന് സഹായിച്ച എല്ലാ മറ്റ് ഗ്രൂപ്പുകളെയും എല്ലാം ആദ്യമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമോഫോബിയ എന്ന പദം കേൾക്കുമ്പോൾ അതിൻ്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഭീകരാക്രമണങ്ങൾ, ടെററിസ്റ്റ് അറ്റാക്സിനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. 20 മിനിറ്റ് നേരം വളരെ പെട്ടെന്ന് ചില ഫാക്ട്സ് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന ഫാക്ട്സ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ നടന്ന കേന്ദ്രങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോയി അതിനെക്കുറിച്ച് പ്രൈമറി ഡാറ്റ ആക്സസ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സാണ് എന്ന് ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ പറയുന്ന നമ്പറുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യുകയും പിന്നീട് വിശദമായ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് അത് മാറ്റിവെക്കുകയും ചെയ്യാം. ഇസ്ലാമിക ഭീകരാക്രമണം എന്ന് പറയുന്ന പേര്, ആ ഒരു വിത്തിൻ കോട്ട്സ് റാഡിക്കൽ ഇസ്ലാമിക് ടെററിസം, ഒരുപക്ഷെ മീഡിയ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 10 തവണയെങ്കിലും ആവർത്തിച്ച് കേൾക്കേണ്ടി വരും. റിസർച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തത്, ഒരു ഫാക്ട് ചെക്ക് എന്നുള്ളക്ക്, ഈ ഇസ്ലാമിക് ടെററിസം ഇന്ത്യക്കകത്ത് ആക്ച്വലി എത്ര ഉണ്ട് എന്ന ഒരു അന്വേഷണമാണ്. അത് കമ്പാരിറ്റീവ്ലി മറ്റ് ഇതര ഹോം മിനിസ്ട്രിയുടെ റെക്കോർഡ്സ് പ്രകാരം 4 തരത്തിലുള്ള റാഡിക്കൽ ഗ്രൂപ്പ്സ് ഉണ്ട് എന്ന് പറയുന്നു. ഒന്നാമത്തേത് റാഡിക്കൽ ഇസ്ലാമിക് ടെററിസമാണ്, രണ്ടാമത്തേത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, മൂന്നാമത്തേത് സെപ്പറേറ്റിസം, വിഘടനവാദം, അതുപോലെ മറ്റുള്ളവ എന്ന അർത്ഥത്തിൽ ഒരു വലിയ വിഭാഗം വേറെയുമുണ്ട്. മറ്റുള്ളവയിൽ ഏകദേശം 90% അൺനോൺ, ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ആരാണ് എന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിൽ ഹൗ മച്ച് ഇസ് ഇസ്ലാമിക് ടെററിസം എന്നൊരു അന്വേഷണം വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 2001 ജനുവരി 1 മുതൽ 31 ഡിസംബർ 2014 വരെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും മാരിലാൻഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തുന്ന ഒരു പഠന ഗവേഷണ വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ പേര് ഗ്ലോബൽ ടെററിസം ഡാറ്റാബേസ് എന്നാണ്, GTD. നിങ്ങൾക്ക് ഓൺലൈനിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് 2001 ജനുവരി 1 മുതൽ ഡിസംബർ 31 2014 വരെയുള്ള ഇന്ത്യക്കകത്തുള്ള ടെററിസ്റ്റ് അറ്റാക്സ് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും ലാപ്ടോപ്പിൽ. അതിൽ 9 കോളംസ് ഉണ്ടാവും. GTD കോഡ്, ഡേറ്റ് ഓഫ് അറ്റാക്ക്, ഡിസ്ക്രിപ്ഷൻ, എവിടെയാണ് ടാർഗറ്റ് ചെയ്തത്, വാട്ട് വെപ്പൺ വാസ് യൂസ്ഡ്, ഹൗ മച്ച് കിൽഡ്, ടോട്ടൽ നമ്പർ ഓഫ് ഫേറ്റലിറ്റീസ്, ഇഞ്ചേർഡ് എത്ര, അതുപോലെ ആരൊക്കെയാണ് ഇതിൻ്റെ പെർപെട്രേറ്റേഴ്സ്. ഈ വിശദമായിട്ടുള്ള കോളം വൈസ്, റോ വൈസ് ഒരു വലിയൊരു ഡാറ്റാബേസ് നിങ്ങൾ കിട്ടും. എത്രയുണ്ടോ അറ്റാക്ക് അത്രയും റോസ് ആ എക്സൽ ഷീറ്റിലുണ്ട്. 5825 അറ്റാക്സ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, 5825 അറ്റാക്കുകൾ. ഇതിൽ ഓരോ അറ്റാക്കിൻ്റെയും ഈ പറഞ്ഞ കോളംസ് ഒക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഡാറ്റാബേസിലുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ഡേറ്റും അതുപോലെ ഡിസ്ക്രിപ്ഷനും വെച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ, ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ആരാണ് അറ്റാക്ക് നടത്തിയത്, എപ്പോഴാണ് എന്നൊക്കെ വിശദമായ വിവരങ്ങൾ കിട്ടും. അതിനെക്കുറിച്ചുള്ള സ്പെക്കുലേഷൻസ്, അതിനെക്കുറിച്ചുള്ള മസാലകളൊക്കെ നിങ്ങൾക്ക് അതിൽ വിശദമായിട്ട് കിട്ടും. ഈ ഡാറ്റാബേസിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പെർപെട്രേറ്റേഴ്സ് 153 ഓർഗനൈസേഷൻസ് ആണ്. 153 സംഘടനകളാണ് ഈ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്.
ആ 153 സംഘടനകൾ പ്ലസ് അൺനോൺ എന്ന് പറയുന്ന മൊത്തത്തിനെടുത്താൽ നിങ്ങൾക്ക് 4ആയിട്ട് അതിനെ തിരിക്കാം. നേരത്തെ പറഞ്ഞ ഗവൺമെന്റിന്റെ വേർതിരിവ് തന്നെ. ഒന്ന് റാഡിക്കൽ ഇസ്ലാമിക് ടെററിസം, ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, സെപ്പറേറ്റിസം, മിസ്ലേനിയസ്. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടും, റാഡിക്കൽ ഇസ്ലാമിക് ടെററിസം എന്ന് മീഡിയയിൽ 100 തവണ ഒരു ദിവസം കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര ശതമാനമുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ ഞെട്ടും. 42% ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പേരിട്ട് വിളിക്കുന്ന ഭീകരവാദം, മാവോ നക്സൽ അറ്റാക്ക് എന്ന് ആരോപിക്കപ്പെടുന്ന അറ്റാക്കുകൾ. രണ്ടാമത്തേത് 35% മിസ്ലേനിയസ് ആണ്. മൂന്നാമത്തേത് 22% സെപ്പറേറ്റിസമാണ്. 99. പിന്നെ ബാക്കിയുള്ളത് 0.93% താഴെയാണ് ഗ്ലോബൽ ഇസ്ലാമിക് ടെററിസം എന്ന് നമ്മൾ കേൾക്കുന്ന ഇന്ത്യക്കകത്ത് നടക്കുന്ന മൊത്തം ഇസ്ലാമിക് ടെററിസത്തിന്റെ കണക്ക്. ഇതാർക്ക് ചോദ്യം ചെയ്യുക സാധ്യമല്ല. ദിസ് ഈസ് എ ഫാക്ട്. ദിസ് ഈസ് എൻ എംപിറിക്കൽ ഡാറ്റ വിത്തൗട്ട് എനി പൊളിറ്റിക്സ്. ഈ ഡാറ്റ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഈ ഡാറ്റ വച്ചിട്ട് 2 ചോദ്യം സുപ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, 1% എന്തുകൊണ്ടാണ് മീഡിയ ഇത്ര കണ്ട് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി എക്സാജറേറ്റ് ചെയ്തത്? ഒന്നാമത്തേത്. രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് 99% പൂർണ്ണമായിട്ട് മീഡിയ അവഗണിച്ചത് എന്നുള്ളതാണ്. ഇത് രണ്ടിനെയും നമുക്ക് അവിടെ വെക്കാം. ഇനി ടെററിസത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ആളുകൾ കോടതിക്കകത്ത് കയറിയാൽ, ഡ്രെഡഡ് ടെററിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ കോടതിക്കകത്ത് കയറിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കണം. നമ്മുടെ വിഷയം റാഡിക്കൽ ഇസ്ലാമിക് ടെററിസവും മുസ്ലിം ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് ഞാൻ വെറും ആ രീതിയിലുള്ള കേസുകളെ കുറിച്ച് മാത്രമേ ഇവിടെ വിശദീകരിക്കുന്നുള്ളൂ. തത്തുല്യമായിട്ട് തന്നെ ഫാബ്രിക്കേഷനും ഫ്രെയിമിങ്ങും എല്ലാ സമുദായങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫോക്കസ് മുസ്ലിങ്ങളാണ് എന്നുള്ളതും നമ്മൾ അറിയേണ്ടതുണ്ട്. ഫാബ്രിക്കേഷൻ്റെ ഒരു ഗ്രേവ്നെസ്, അതിൻ്റെ ഒരു ഡേഞ്ചറസ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടന ഉണ്ടായിരുന്നു. 2001 സെപ്റ്റംബർ 27 ആ സംഘടന നിരോധിച്ചത്. സെപ്റ്റംബർ 11 ആക്രമണം കഴിഞ്ഞ് കൃത്യം 16 ദിവസത്തിന് ശേഷം ആ സംഘടനയെ ഇന്ത്യൻ ഹോം മിനിസ്ട്രി നിരോധിക്കുകയുണ്ടായി. ആ സംഘടനയുടെ നിരോധത്തിന്റെ കാരണം എന്ത് എന്ന് വിശദമായിട്ട് അതിൻ്റെ ബാൻ നോട്ടിഫിക്കേഷനിൽ എഴുതിയിട്ടുണ്ട്. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ അറസ്റ്റുകൾ തുടങ്ങിയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊക്കെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരു സംഘടനയെ നിരോധിക്കുന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിലുടനീളം സെമി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിൻ്റെ പേരിൽ? എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാവരും ചെയ്ത തെറ്റ് ഒന്നുകിൽ അവർ പോസ്റ്ററുകൾ പതിച്ചു, അതല്ലെങ്കിൽ അവർ ഭട്കീല ഭാഷൻ, ആളുകളെ ഭട്കാവ ഭാഷൻ, ആളുകളെ വർഗീയമായിട്ട് ധ്രുവീകരണം നടത്തുന്ന, ആളുകളിൽ വർഗീയത ഉണ്ടാക്കുന്ന, കമ്മ്യൂണൽ ഹേറ്റ്രഡ് ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസുകൾ. കഴിഞ്ഞ 14 വർഷമായിട്ട് മഹാരാഷ്ട്രക്കകത്ത് മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടോട്ടൽ സെമി പ്രവർത്തകർ 96 96 ഈ കാലം അത്രയുമായിട്ട് കോടതിക്കകത്ത് ട്രയൽ കഴിഞ്ഞു പോയത്, ട്രയൽ നടന്നു കഴിഞ്ഞ കേസുകൾ ടോട്ടൽ 36 36 കേസുകളെ കുറിച്ച് മാത്രമേ തീർപ്പായിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ആധികാരികമായ കണക്കാണ്. 36 ആളുകളുടെ കേസുകളിൽ മാത്രമേ തീർപ്പായിട്ടുള്ളൂ. ഇതിൽ 33 പേരും എക്വിറ്റഡ് ആണ്. 36-ൽ 33 പേരും എക്വിറ്റഡ് ആണ്. 5 ഓഗസ്റ്റ് 2008 ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ്, ജസ്റ്റിസ് ഗീത മിത്തൽ എന്ന് പറയുന്ന ജഡ്ജ്, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സംഘടനയുടെ നിരോധത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ ട്രൈബ്യൂണലിന്റെ അവസാന വിധി പുറപ്പെടുവിച്ചു. പറഞ്ഞത് ഈ സംഘടനയെ നിരോധിക്കുന്നതിന് 10 വർഷം കഴിഞ്ഞു, 2001 മുതൽ 2011 വരെ. എന്നിട്ട് ഓഗസ്റ്റ് മാസത്തിൽ 5-ാം തീയതി നടത്തിയിട്ടുള്ള ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഈ സംഘടനയെ നിരോധിക്കുന്നതിന് വേണ്ടത്ര തെളിവുകളില്ല. ദർ ഈസ് നോട്ട് ഇനഫ് എവിഡൻസ്
in order to retain the ban on സിമി എന്നാണ് ആ പിന്നെ കോടതി വിധി. നിങ്ങൾക്കറിയോ, സംഘടനയെ നിരോധിച്ചതിന് ശേഷം ഇന്ത്യയിലുടനീളമുള്ള ആയിരക്കണക്കിന് സിമി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ മുകളിൽ FIR രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഈ FIRന്റെ കൂടെ എഫിഡവിറ്റ് തയ്യാറാക്കിയിട്ട് ആ എഫിഡവിറ്റ്സ് ആണ് ഹോം മിനിസ്ട്രിക്ക് അടുത്തേക്ക് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും പേപ്പറുകളായിട്ട് 6 പേജ് 7 പേജൊക്കെയാണ് അതിൻ്റെ ലെങ്ത്, അത് അയച്ചു കൊടുത്തത്. ഈ ലക്ഷക്കണക്കിന് പേജുകൾ വരുന്ന, ആയിരക്കണക്കിന് പേജ്, 28,000 പേജ് ഉണ്ട്, 28,000 പേജസ് ഉണ്ട്. ഈ പേജുകൾ വരുന്ന എഫിഡവിറ്റ് ആണ് ജഡ്ജിന് മുന്നിൽ എറിഞ്ഞു കൊടുക്കുന്നത്. ജഡ്ജ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുന്നിൽ ഒരു ലോഡ് എഫിഡവിറ്റ്സ് മുമ്പിലുണ്ടാവും. ഇതാണ് സിമിക്കെതിരായിട്ടുള്ള തെളിവുകൾ എന്ന് പറയും. അത് വായിച്ചു നോക്കാൻ സിമിയെ ഡിഫെൻഡ് ചെയ്യുന്ന അഡ്വക്കേറ്റിന് പോലും സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വിരോധാഭാസം. ഇത് ജഡ്ജിന് വായിക്കാൻ കഴിയില്ല, സിമിയെ വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്ന അഡ്വക്കേറ്റ് അശോക് അഗർവാളിനോ അല്ലെങ്കിൽ ആർക്കും തന്നെ അത് വായിക്കാൻ കഴിയില്ല. അത്രക്ക് വലിയ ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു ഫയൽ ഹീപ്പാണ് അവരുടെ മുമ്പിൽ ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് എന്തിനാണ് ഈ സംഘടനയെ നിരോധിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് ഈ 28,000 എഫിഡവിറ്റ്സിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കളിപ്പിക്കാം. സമയം വളരെ പരിമിതമായതുകൊണ്ട്, പറയാൻ ഒരുപാട് കാര്യമുള്ളതുകൊണ്ട് വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകണം. നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാം. ദ അൾട്ടിമേറ്റ് എയിം ആൻഡ് ഐഡിയോളജി ഓഫ് സിമീസ് പാൻ ഇസ്ലാമിക് മൂവ്മെന്റ്. ഇംഗ്ലീഷ് അറിയുന്നവർക്കറിയാം ഇതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്ക്. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ പറ്റും. The ultimate aim and ideology of Simi's pan-Islamic movement, i.e. that is Islam education of entire India. ഇന്ത്യയെ മൊത്തം ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസവും ആർക്കും കൊടുക്കാം കേട്ടോ. ഇന്ത്യയിൽ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രോപ്പഗേറ്റ് ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ബൈ അഡോപ്റ്റിംഗ്, എന്തിലൂടെയാണ് ചെയ്യുന്നത്? ബൈ അഡോപ്റ്റിംഗ് നിഫാഖ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ മുനാഫിക്ക്, നിഫാഖ് കാപട്യത്തിലൂടെ ഇസ്ലാമിക വിദ്യാഭ്യാസം നടത്താനാണ് ശ്രമിക്കുന്നത്. ബൈ അഡോപ്റ്റിംഗ് നിഫാഖ് ബ്രാക്കറ്റിൽ ഹേറ്റഡ് അല്ല നിഫാഖ്, കോമ ആൻഡ് ശരിയ ബ്രാക്കറ്റിൽ എക്വയറിംഗ് മണി ത്രൂ ഇല്ലീഗൽ മീൻസ്. ശരിയ കാനോണിക് ലോ ഓഫ് മുസ്ലിംസ് ആണ് ശരിയ ബ്രാക്കറ്റിൽ എക്വയറിംഗ് മണി ത്രൂ ഇല്ലീഗൽ മീൻസ്, ആളുകളുടെ പൈസ തട്ടിപ്പറിക്കുക ശരിയ എന്ന് പറഞ്ഞാൽ. ആൻഡ് ജഹാദ് JAHAD ജഹാദ് ബ്രാക്കറ്റിൽ ഹോളി വാർ എന്ന് ജിഹാദിന് അർത്ഥമില്ല, ഖുർആനിൽ എവിടെയില്ല. ജിഹാദ് ഹോളി വാർ എന്ന് പറയുന്ന പദത്തിന്റെ അറബി ഹർബ് മുഖദ്ദസ എന്നാണ്, പരിശുദ്ധ യുദ്ധം. അങ്ങനെ ഒരു പദം തന്നെ ഖുർആനിൽ എവിടെയില്ല. അപ്പോൾ ഇതാണ് ഒരു കേസ് ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ദ ലെവൽ ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ ദ ലെവൽ ഓഫ് ആർഗ്യുമെന്റ്സ്. ഇതിൻ്റെ മുകളിലാണ് ഒരു സംഘടനയെ നിരോധിക്കുന്നത്. ഇതിൻ്റെ മേലിലാണ് 10,000-കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇനി അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഉദാഹരണത്തിന് 7/11 അറ്റാക്ക്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു കേസാണ്. 262 ആളുകൾ മരണപ്പെട്ട, നിരപരാധികളായ ആളുകൾ അവരുടെ ഓഫീസുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും പീക്ക് അവേഴ്സിൽ ബോംബെ സബർബൻ ട്രെയിൻസിനകത്ത്, ലോക്കൽ ട്രെയിൻസിനകത്ത് നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനമാണ്. 7 ട്രെയിനുകളിലാണ് ആ കോർഡിനേറ്റഡ് ബോംബ് അറ്റാക്സ് നടന്നത്. ഇതിൻ്റെ മുകളിലാണ് ദ വെനസ്ഡേ എന്ന് പറയുന്ന നസ്രുദ്ദീൻ ഷായുടെ പുസ്തകം, ആ പറയുന്ന ഫിലിം ഇറങ്ങിയത്. ദ വെനസ്ഡേ എന്ന് പറയുന്ന ബോളിവുഡ് ഫിലിം ഇറങ്ങിയത്. അതിൻ്റെ ആ ഫിലിമിൻ്റെ പോലും ഡേഞ്ചറസ് ആയിട്ടുള്ള പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ദ ലോ ഓഫ് ദ ലാൻഡ് ഈസ് നോട്ട് എക്വിപ്ഡ് ടു പണിഷ് ദ കൾപ്രിറ്റ്സ്, സോ പ്ലീസ് സിറ്റിസൺസ് ടേക്ക് ദ ലോ ഇൻ യുവർ ഹാൻഡ്സ് എന്നുള്ളതാണ് കൃത്യമായിട്ട് ആ പടത്തിലൂടെ, ഫിലിമിലൂടെ ജനസമൂഹത്തോട് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നിയമത്തെ എടുക്കുക, നിങ്ങൾ തന്നെ കൊല്ലാതെ ഈ ഭീകരവാദികളെ ആർക്കും കൊല്ലാൻ കഴിയില്ല എന്നാണ്. ഇവരാരും കൊല്ലാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യണമെന്നാണ്. ഏതായാലും ആ 7/11 അറ്റാക്കിൽ പിടിക്കപ്പെട്ട 13 യുവാക്കളുണ്ട്. ഈ 13 യുവാക്കളുടെയും ജഡ്ജ്മെന്റ് വരുമ്പോൾ നമ്മളൊക്കെ കോടതിയിൽ അത് കേൾക്കാൻ വേണ്ടി ബോംബെ ഹൈക്കോർട്ടിലുണ്ടായിരുന്നു. നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് റിസർച്ചേഴ്സിന്റെ കൂടെ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ജഡ്ജ് പറഞ്ഞത് 5 പേരെ തൂക്കിലേറ്റാൻ വിധിച്ചു, 7 പേരെ ലൈഫ് സെന്റൻസ് കൊടുത്തു, ഒരാളെ വാഹിദ് ഷേഖിനെ വെറുതെ വിട്ടു. ആ കേസിൽ 7/11 കേസിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന്റെ കേസാണ്. ആ കേസിൽ
പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള കൃത്രിമങ്ങളെ സംബന്ധിച്ച്, ഫാബ്രിക്കേഷനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇവരെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയമാക്കി. ഈ കുട്ടികളെ, ആളുകളെ നാർക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കയ്യിലൂടെ ഒരു കെമിക്കലും മറ്റൊരു കയ്യിലൂടെ മറ്റൊരു കെമിക്കലും ഇടിച്ചു കയറ്റും. എന്നിട്ട് ഒരു പ്രത്യേക ബോധാവസ്ഥയിൽ ആ യുവാക്കൾ അവർക്ക് എന്താണോ ചോദിക്കുന്നത് അതിന് ഉത്തരം അവർ പറയുന്ന സമയത്ത് അത് വീഡിയോ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡഡ് വീഡിയോയിൽ ചോദിക്കുന്ന ആളുടെ ഇമേജ് ഉണ്ടാവില്ല. ചോദിക്കുന്നത് മിസ്സസ് ലത, ഒരു സ്ത്രീയാണ്. പക്ഷെ മിസ്സസ് നാർക്കോ എന്ന പേരിൽ അത് ഫേമസ് ആണ്. ഞാൻ പറയുന്നത് ഒരു പുസ്തകമുണ്ട്, പിന്നെ കാഫ്ക ലാൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് ചോദ്യം, ഇത് വീഡിയോ പ്ലേ ചെയ്യാണ് കോടതിക്കകത്ത്. ആപ് ലോഗ് കിത്നെ ലോഗ് ബോംബ് രഖേ ഥേ, കിത്നെ ലോഗ്, നിങ്ങൾ എത്ര പേരാണ് ബോംബ് വെച്ചത്? അപ്പം അതിന് മറുപടി പറയാണ് 7. ഈ അർദ്ധബോധാവസ്ഥയിൽ പറയാണ്. യഥാർത്ഥത്തിൽ ചോദ്യം 6 ശേഷം, വാട്ട് കംസ് ആഫ്റ്റർ 6, 6 ബാദ് ക്യാ ഹെ എന്നാണ്. 6 ശേഷം എന്താണ്? അപ്പം അതിനുള്ള മറുപടിയാണ് 7. പക്ഷെ ആ ചോദ്യം മാറ്റിയിട്ട് ഡബ് ചെയ്തു, പുതിയ ഓഡിയോ. ചോദ്യം, നിങ്ങൾ എത്ര പേരാണ് ബോംബ് വെച്ചത്? 7. അടുത്ത ചോദ്യം, വോ കോൺ കോൺ ഥേ, അവരാരൊക്കെയാണ് ബോംബ് വെച്ചത്? നിങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ പറയാണ് അബ്രാർ, ഇഫ്തിഖാർ, വാഹിദ് ഷേഖ്, ഓരോരുത്തരുടെ പേര് പറയണം. അതേസമയം ചോദ്യം, ആപ് ജോ സെൽ മേ രഹ രഹാ ഹൈ വോ സെൽ കെ ബഗൽ മേ കോൺ കോൺ ഹൈ, ആപ്കെ പ്രിസൺ ഇൻമേറ്റ്സ് മേ കോൺ കോൺ ഹൈ, നിങ്ങളുടെ കൂടെ ആരൊക്കെയാണ് പ്രിസൺ ഇൻമേറ്റ്സ് ആയിട്ടുള്ളതെന്നാണ് യഥാർത്ഥ ചോദ്യം. നിങ്ങളുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? അവരുടെ പേരാണ് പറയുന്നത്. ആ പേരാണ് അദ്ദേഹം പറയുന്നത്, മാറ്റിവെച്ച വീഡിയോയിൽ പറയുന്നത് അവരാരൊക്കെയാണ് ബോംബ് വെച്ചതെന്നാണ്. ഈ കാര്യം അബ്ദുൽ വഹാബ് ഷെയ്ഖ്, അവരുടെ ഡിഫൻസ് ലോയർ, കോടതിക്കകത്ത് ചോദിച്ചപ്പോൾ ആ വീഡിയോ ഒന്നുകൂടി പരിശോധിക്കേണ്ടി വന്നു. എന്നിട്ട് അത് തെളിവിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. നാർക്കോ അനാലിസിസ് ടെസ്റ്റ് എന്തായാലും തെളിവല്ല, പക്ഷേ കോടതിയുടെ മനസ്സ് രൂപീകരിക്കുന്നതിൽ അത് സുപ്രധാനമായ പങ്ക് വഹിക്കും. ഇതാണ് തെളിവുകളുടെ ലെവൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗ്ലോബൽ വാർ ഓൺ ടെററിസത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ എത്ര പേർ കോടതിക്കകത്ത് കൺവിക്റ്റ് ആവുന്നുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യമാണ്. എത്ര പേരെ കൺവിക്റ്റ് ആവുന്നുണ്ട്? ഇതിൽ ടാഡ എന്ന് പറയുന്ന നിയമം നിലവിലിരുന്ന സമയത്ത് 76,000 അറസ്റ്റുകളാണ് ഇന്ത്യയിൽ നടന്നത്. 76,000 അറസ്റ്റുകൾ. ഇതിനകത്ത് 1% കുറവായിരുന്നു ടാഡ അറസ്റ്റിന്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ടാഡ റിപ്പീൽ ചെയ്തത്. ഇന്ന് UAPA വന്നതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞുതരാം. 2014 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അടുത്തുള്ള ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഹോം മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ. അതിൻ്റെ അകത്ത് 2014 141 അക്യൂസ്ഡുകളാണ് കോടതിക്കകത്ത് ഈ പറയുന്ന 2 തരത്തിലുള്ള കേസ്. ഒന്ന് UAPA, ടാഡ, പോട്ട, മക്കോക്ക, ഗുജ്കോക്ക. അതുപോലെ തന്നെ IPCക്കകത്ത് 120 മുതൽ 124 വരെയുള്ള സെക്ഷൻസിനകത്ത് ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള വാർ എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ചാർജസ് ചാർത്തപ്പെട്ടിട്ടുള്ള കേസുകളിൽ 141 പേരാണ് കേസിനകത്ത് അവർ ശരിക്കും ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കപ്പെട്ടത്. ബാക്കിയുള്ളവരൊക്കെ ജയിലിൻ്റെ അകത്ത് കഴിയാണ്. ലൈഫ് ലോങ് അണ്ടർ ട്രയലാണ് എന്ന് പറഞ്ഞാൽ 15 വർഷം 20 വർഷമൊക്കെ അണ്ടർ ട്രയലായിട്ട് കഴിയും. ഇങ്ങനെയുള്ള 141 പേരിൽ 123 പേർ 123, ഞാൻ പറയുന്ന നമ്പേഴ്സ് ആക്യുറേറ്റ് ആണെന്നുകൂടെ ഞാൻ പറയാണ്. ഈ നമ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം. 123 എന്ന് പറയുന്ന ആളുകളെ മുഴുവൻ എക്വിറ്റ് ചെയ്തു കോടതികളിൽ, സെഷൻസ് കോടതികളിൽ. എന്നിട്ട് 18 പേരെ കോൺവിക്റ്റ് ചെയ്തു, 18. ഈ 18 പേർ സ്വാഭാവികമായിട്ടും ഹയർ കോടതിയിലേക്ക് അപ്പീലിന് വേണ്ടി പോകും. അതിൽ ഓൺ ആൻ ആവറേജ് 50% അവിടെ നിന്ന് എക്വിറ്റലാവും. ഒരു 9 പേർ അവിടെ നിന്ന് എക്വിറ്റ് ആവും. ബാക്കി 9 പേർ സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതിയിലും ഓൺ ആൻ ആവറേജ് 50% എക്വിറ്റഡ് ആവും. അവസാനം 141 അകത്ത് 3, 4, 5 പേരാണ് കോൺവിക്റ്റ് ആകുന്നത്. ഇത് ഒരേ സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നതാണ്. പക്ഷേ അതേസമയം അതിനേക്കാൾ ഏറെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി പകർന്നു തരുന്ന ഡാറ്റയാണ്. എന്തുകൊണ്ട്? നമ്മൾ വിചാരിക്കുകയാണ് ഈ സിസ്റ്റം ഒന്നടങ്കം ബയസ്ഡാണ്, ഒന്നടങ്കം കമ്മ്യൂണലി
ചാർജ്ഡ് ആണ്, ഇവർ കമ്മ്യൂണലി ബയസ്ഡ് ആണ്, ഇവർ ആൻറ്റി മുസ്ലിമാണ്, അല്ലെങ്കിൽ ആൻറ്റി ദലിതാണ്, ആൻറ്റി ഇതാണ്, പിന്നെ ആദിവാസിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് പോലും യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, പിടിക്കപ്പെടുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും അവരുടെ കേസുകൾ പരിശോധിച്ചതിന് ശേഷം ഹയർ കോടതിയിലേക്ക് എത്തുമ്പോൾ അവർ എക്വിറ്റ് ആവുകയാണ് എന്നുള്ള വാസ്തവം എന്നുള്ള പറയുന്ന ഒരു വമ്പിച്ച പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കോടതികൾ ഇന്നും ദർ ഇസ് ഹോപ്പ് പ്രിവെയിലിംഗ്. നമുക്ക് ഇന്നും നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരുപാട് നല്ല മനുഷ്യന്മാർ സത്യത്തെ തിരിച്ചറിയുകയും അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ അക്നോളജ് ചെയ്യുകയും ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതിൻ്റെ പോസിറ്റീവ് സൂചനകളാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പം പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. നേരത്തെ പറഞ്ഞ സിമി എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചതിന് ശേഷം 36 പേരിൽ 33 പേരെയും എക്വിറ്റ് ചെയ്തു. 141 പേരിൽ 123 പേരെയും എക്വിറ്റ് ചെയ്തു. എക്വിറ്റൽ റേറ്റ് 1% നേരത്തെ ടാഡ റിപ്പീൽ ചെയ്യാനുള്ള എന്തൊക്കെ കാരണമുണ്ടോ അത് തന്നെയാണ് ഇവിടെയും കാരണം. പക്ഷേ ഇതിനകത്ത് സുപ്രധാനമായ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കകത്ത് പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഇന്റലിജൻസ് ഏജൻസീസ് നടത്തുന്ന ഫാബ്രിക്കേഷൻ, അവർ ചെയ്യുന്ന ഫ്രെയിമിംഗ്, അതിന് എന്ത് പരിഹാരമാണ് ഉള്ളത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഇവർ ചെയ്യുന്ന ഫാബ്രിക്കേഷനെ സംബന്ധിച്ച് കൃത്യമായി കോടതി ജഡ്ജ്മെന്റുകളിൽ പറയുന്നു. ഈ ജഡ്ജ്മെന്റിൽ ഉണ്ടായിരിക്കെ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാനുള്ള വകുപ്പില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 197 197 പറയുന്നത്, പോലീസ് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെങ്കിൽ യു ഷുഡ് ടേക്ക് ദ പെർമിഷൻ ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ പെർമിഷൻ നിങ്ങൾ വാങ്ങണം. ഏത് ഗവൺമെന്റ്? ഉദാഹരണത്തിന് ഇഷ്റത് ജഹാനെ കൊന്നത് വൻസാരയാണെന്ന് CBI പറയുന്നു. പക്ഷെ വൻസാരയെ ശിക്ഷിക്കണമെങ്കിൽ ദേ ഷുഡ് ടേക്ക് ദ പെർമിഷൻ ഓഫ് ആ റിപ്പോർട്ടിൽ പറയുന്ന കാലാദാടി ആൻഡ് സഫേദ് ദാടി, ഇവരുടെ പെർമിഷൻ വാങ്ങണം. അമിത് ഷായുടെയും മോദിയുടെയും, അന്ന് ചീഫ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററുമായിരുന്ന ആളുകളുടെ അനുവാദം വാങ്ങണമായിരുന്നു. പക്ഷേ അതൊരിക്കലും കിട്ടില്ലല്ലോ. CBIയുടെ അന്വേഷണം പറയുന്നത് ദേ ആർ ബിഹൈൻഡ് ദ ഓർഡേഴ്സ് എന്നാണ്. അവരൊരിക്കലും അന്വേഷണത്തിൽ പറയില്ലല്ലോ. സെക്ഷൻ 197 ആണ് ഈ പറയുന്ന വിഷ്യസ് സർക്കിൾ നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആണിക്കല്ല്. ഈ സെക്ഷൻ 197 നമ്മൾ തൊടാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധ്യമല്ല. ഇതുപോലെ 6ഓളം പ്രൊവിഷൻസ് ഉണ്ട്. അതൊക്കെ പറയാൻ ഇവിടെ സമയം തീർന്നത് കൊണ്ട് പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും വളരെ ഗ്രേവ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ ഗ്ലോബൽ വാർ ഓൺ ടെറർ. നമ്മൾ മീഡിയകളെ സംബന്ധിച്ചും പറയാനുള്ളത്, മീഡിയ എന്ന് പറയുന്ന എന്റർപ്രൈസ് അവർ ഒരു കോർപ്പറേറ്റ് എന്റർപ്രൈസ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി റൺ ബൈ കോർപ്പറേറ്റ് മണി ഓർ ഓൺഡ് ബൈ ദ കോർപ്പറേറ്റ്സ്. അങ്ങനെ ആയിട്ട് കൂടി അതിനകത്തുള്ള ഒരുപാട് നല്ല ആളുകൾ, ഒരുപാട് ജേർണലിസ്റ്റുകൾ, ഒരുപാട് സീനിയർ ഫെലോസ്, ഇവര് സംഗതികൾ വളരെ ധാർഷ്ട്യത്തോടു കൂടി, വളരെ ധൈര്യത്തോടു കൂടി അതിൽ എഴുതുന്നുണ്ട് എന്നുള്ള സത്യം നമുക്ക് അറിയേണ്ടതുണ്ട്. സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമുക്ക് അനുകൂലമായ, അല്ലെങ്കിൽ ജസ്റ്റിസിന് അനുകൂലമായ, നീതിക്കും സത്യത്തിനും അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അപ്രോച്ചിലൂടെ മാത്രമേ നമുക്കിതിനെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഡിസില്യൂഷൻഡ് ആയിട്ട്, പൂർണ്ണമായി സിസ്റ്റത്തോട് നിരാശപ്പെട്ടിട്ട് ഇനി വേറൊരു വഴിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൽ നമുക്ക് യാതൊരു ഒരു സൊല്യൂഷനുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദാറ്റ് ഈസ് നോട്ട് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ ഈസ് വിത്തിൻ. ഈ സിസ്റ്റത്തിനകത്ത് തന്നെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നേറാൻ സാധിക്കണം. അതിന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പിന് അതിന് സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. താങ്ക് യു.